ശ്യാംരാജ്, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചാരപ്രവർത്തനത്തിന് ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്തപ്പോൾ RSSകാരിയാണെന്ന തരത്തിലായിരുന്നു സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണം. പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷത്തുള്ളവർ, അതുപോലെ SDPIക്കാർ, പഴയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകൾ എല്ലാം ആ രീതിയിലാണ് പ്രചരിപ്പിച്ചത്. ഇപ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല, അവരൊന്നും വാതുറക്കുന്നില്ല. മാത്രമല്ല, ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടത്, അതായത് കേന്ദ്ര സർക്കാർ, കേന്ദ്ര ഇൻ്റലിജൻസ് എന്തുകൊണ്ട് ഇവരുടെ ചാരപ്രവർത്തനത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ല, ഞങ്ങളെങ്ങനെ അറിയാനാണ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അസ്കറിൻ്റെ വാക്കുകളിലൂടെയും അത് വ്യക്തമായി. അങ്ങനെ ഒരു ക്യാപ്സ്യൂളാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് എന്തോ വലിയ വീഴ്ച വന്നു. മാത്രമല്ല, വളരെ സതുദ്ദേശപരമായിട്ടാണ് ഞങ്ങൾ ജ്യോതി മൽഹോത്രയെ കേരള ടൂറിസത്തിൻ്റെ പ്രൊമോഷനായിട്ട് കൊണ്ടുവന്നത് എന്നാണ് മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. മാത്രമല്ല, അഹങ്കാരത്തിൻ്റെ ഭാഷയിലാണ് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. ഇപ്പോഴും ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ല. എന്തുകൊണ്ട് ജ്യോതി മൽഹോത്ര ചാരപ്രവർത്തനത്തിന് അറസ്റ്റിലായപ്പോൾ ആ സ്ത്രീ ഇവിടെ ടൂറിസം പ്രൊമോഷന് വന്നിരുന്നു, ഞങ്ങൾക്കൊരു തെറ്റുപറ്റി എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അവിടെ തന്നെയല്ലേ സംശയം മണക്കുന്നത്? ശ്യാംരാജ്, ഈ ചോദ്യത്തിലോട്ട് വരാം ശ്രീ അനിൽ നമ്പ്യാർ. അതിനു മുമ്പ് ഒരു കാര്യം ഈ ഹസ്കർ അടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെയൊക്കെ പ്രതിനിധികൾ മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര ഇൻ്റലിജൻസും കേന്ദ്ര സർക്കാരും ഉണർന്ന് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും ഒക്കെ ചോരക്കളമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ട് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. ഒന്ന് മനസ്സിലാക്കണം, കഴിഞ്ഞ ഒരു 9-10 വർഷമായിട്ട് ഈ രാജ്യത്തിൻ്റെ എവിടെയെങ്കിലും പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളിൽ, ജമ്മു കാശ്മീർ ഒഴികെയുള്ള ഭാഗങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണം. ഇവിടെ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന സമയത്ത്, UPA ഭരിക്കുന്ന സമയത്ത് അത് അവർക്ക് പിന്തുണച്ച് ഈ ഇടതുപക്ഷം പിന്തുണ കൊടുത്ത സമയത്ത് ഒരു വിശേഷ ദിവസം ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഈ ജ്യോതി മൽഹോത്രയെ ഇന്നലെ, ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഹസ്കർ അടക്കമുള്ള ആളുകൾ ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് NIAക്ക് ഒരു ബോധോദയം ഉണ്ടായിട്ട് ഒരാളെ വന്നിട്ട് അറസ്റ്റ് ചെയ്യുകയൊന്നുമല്ല. അവരെ ദീർഘനാളായിട്ട് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പിന്തുടരുകയും കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുന്ന സമയത്ത് അവരെ അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിലുള്ള അറസ്റ്റുകൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? തീവ്രവാദികളെ തൊടാൻ, തീവ്ര വർഗീയ സംഘടനകളെ തൊടാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന് ചങ്കുറപ്പില്ല. അതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. അതിനപ്പുറത്തേക്ക് ഇവർ തമ്മിലുള്ള രഹസ്യ ബാന്ധവം, ഈ വോട്ടും അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ടുമുള്ളത് കൊണ്ട് ഇവർക്ക് തൽക്കാലം തൊടാൻ വേണ്ടിയിട്ട് തീവ്രവാദ സംഘടനകളെയും തീവ്ര വർഗീയ സംഘടനകളെയും തൊടാൻ വേണ്ടിയിട്ട് സൗകര്യപ്പെടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഇവർ എന്തു പറഞ്ഞാൽ ഉടനെ RSS SDPI ABCD എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെയോ തിയറി കൊണ്ടുവരും. എൻ്റെ ഹസ്കറെ RSS എവിടെ നിൽക്കുന്നു? 10-100 വർഷമായിട്ട് ഈ രാജ്യത്ത് ഇത്ര തെളിമയോടെ പ്രവർത്തിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും പ്രതിരോധ മന്ത്രിയെയുമൊക്കെ അങ്ങോട്ട് നമ്മുടെ ജനത്തിന് കൊടുത്തുകൊണ്ട് അങ്ങനെ ഈ രാജ്യത്ത് വളരെ വിശുദ്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. നിങ്ങൾക്കറിയാം RSS എന്താണെന്ന്. പക്ഷേ SDPIയെയും പോപ്പുലർ ഫ്രണ്ടിനെയും നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് നിങ്ങളൊരു തെറ്റായിട്ടുള്ള ഇക്വേഷൻ കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ഒരു തീവ്രവാദ സംഘടന ഏതാണ്? പലപ്പോഴും കേരളത്തിൽ നമ്മളത് ചർച്ച ചെയ്യാറില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊലപാതകം നടത്തുവാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിൽ അത് നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷ തീവ്രവാദ സംഘടനകളാണെന്നേ. ഇന്ത്യയിൽ റെഡ് കോറിഡോർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, കുറെ കാലം നമ്മൾ പഠിച്ചില്ലേ. കഴിഞ്ഞ ഇടയ്ക്കാണ് ഈ CPI മാവോയിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി നമ്പാല കേശവറാവു കൊല്ലപ്പെട്ടത്. എത്ര പേരാ ഈ NDA സർക്കാർ വന്നതിന് ശേഷം ഈ ഇടതു തീവ്രവാദികളെല്ലാം കൊല്ലപ്പെട്ടിട്ടുള്ളത്? അപ്പോൾ വെറുതെ ഇരുന്നിട്ട് RSS ABCD എന്ന് പറഞ്ഞിട്ടുള്ള തിയറിയുമായിട്ട് നിങ്ങൾ വരരുത്. നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം, ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം, RSS ഈ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ദേശീയതയിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് SDPIയെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അവരുടെ വോട്ട് വേണം. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോളട്ടെ, ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ വേണ്ടിയിട്ട് രാജ്യമൊട്ടാകെ അറസ്റ്റ് നടന്നു. ഏറ്റവും കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എവിടെ നിന്നാണ്? കേരളത്തിൽ നിന്ന്. പിണറായി വിജയൻ ഭരിക്കുന്ന
ഭരിക്കുന്ന കേരളത്തിൽ നിന്നാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും കൂടുതൽ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് ഈ രാജ്യത്തിന്റെ മറ്റൊരു സംസ്ഥാനങ്ങളിലും ഉണ്ടാവാത്ത രീതിയിൽ അതിതീവ്രമായിട്ടുള്ള ഒരു ഹർത്താൽ നടത്തി 5 കോടി രൂപ ഇവരിൽ നിന്ന് കണ്ടുകെട്ടാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ട് പിണറായി വിജയൻ എന്താ പറഞ്ഞത്? ഈ ഹസ്കറിന്റെ നേതാവ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ പറഞ്ഞത്? ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളിൽ നിന്ന് പണം കണ്ടുകെട്ടാൻ അത്ര തിടുക്കം കൂട്ടേണ്ടതില്ല എന്ന് കേരള പോലീസിനോട് പറഞ്ഞ മുഖ്യമന്ത്രിയാണെന്ന് നമുക്കുള്ളത്. ഏലത്തൂർ ട്രെയിന് തീവെപ്പുണ്ടായപ്പോഴത്തേക്ക് ആദ്യം കേരളത്തിലെ ഇവിടുത്തെ ഇടതുപക്ഷം പറഞ്ഞ എന്താണ്? അയാൾ മാനസിക രോഗിയാണ്. ഇപ്പം NIA കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് എന്താണ്? അയാൾ ജിഹാദിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന്. അപ്പോൾ ഏലത്തൂർ ട്രെയിൻ തീവെപ്പായിക്കോട്ടെ, പോപ്പുലർ ഫ്രണ്ടിന് നിരോധനമായിക്കോട്ടെ, തഹാവൂർ റാണ വന്നതായിക്കോട്ടെ, ഇവർ പോപ്പുലർ ഫ്രണ്ടിനെ പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോപ്പുലർ ഫ്രണ്ടിനെ SDPI തീവ്രവാദ സംഘടന. ഒരു കാര്യം കൂടി ഞാൻ പറയാം, മരിച്ചുപോയിട്ടുള്ള ഇവരുടെ നേതാവ് നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രി കേരളത്തിൻ്റെ ഈ കോടിയേരി ബാലകൃഷ്ണൻ ഇരുന്ന സമയത്ത് കേരളത്തിന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ATS പിരിച്ചുവിട്ടെന്നേ. ഒന്ന് ആലോചിച്ചു, കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിന്റെ ATSനെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്ത് മാനദണ്ഡം ഉണ്ടാക്കിയിട്ടുള്ളത്? പിന്നെ ഒരു കാര്യം കൂടി, കേരളത്തിലെ എന്തെങ്കിലും മോശപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഹസ്കർ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ നിങ്ങളും ഈ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള ബാന്ധവത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ, ഇവിടെ നിന്ന് തീവ്രവാദികൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അയ്യോ കേരളത്തെ അപമാനിക്കുന്നേ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ തരം താണിട്ടുള്ള ഈ നിലപാടുകൾ കൂടി നിങ്ങൾ അവസാനിപ്പിക്കണം. കാരണം ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ ചില മോശം അവസ്ഥകളെ കുറിച്ചിട്ടാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളുടെ ഈ തിയറി ഉണ്ടല്ലോ, നിങ്ങളുടെ ഈ ദുഷിച്ച തിയറി ആരും മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾ അങ്ങോട്ട് വിചാരിച്ചു കളയരുത്. പോപ്പുലർ ഫ്രണ്ടിനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പോപ്പുലർ ഫ്രണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അയ്യോ കേരളത്തെ എന്തോ മോശമായിട്ട് പറയുന്നത്. എൻ്റെ ഹസ്കറെ, കേരളത്തെ മോശമാക്കി പറയുകയല്ല, കേരളത്തിന്റെ മതേതരത്വം, കേരളത്തിലെ ജനങ്ങൾ തോളോട് തോൾ ചേർന്നുകൊണ്ട് ജീവിച്ച ആ പഴയ സ്ഥിതി അത് തിരിച്ചു കൊണ്ടുവരണം. അതിനെ ഇല്ലാതാക്കി പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും എല്ലാം ഇവിടെ വിളനിലമായി പൂണ്ട് വിളയാടാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുത്തതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദികൾ നിങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളത് ഉറക്കെ പറയുക തന്നെ ചെയ്യും. ഇനി ഈ വിഷയത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ എന്താണ് സംഭവം? ഇന്നലെ വരെ ഇപ്പോൾ ആ സ്ത്രീ കേരളത്തിൽ വന്നു, സർക്കാർ ചെലവിൽ വന്നു, അവർ കുറെ റീലൊക്കെ എടുത്തിട്ട് പോയി, ആയിക്കോട്ടെ. ഈ ജ്യോതി മൽഹോത്ര വന്നു, ആയിക്കോട്ടെ. ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായി. എന്തുകൊണ്ട് ഈ വിഷയം ഒളിച്ചു വെച്ചു? ഇവർ കേരളത്തിൽ സർക്കാർ ചെലവിൽ വന്നു എന്നുള്ള വിഷയം ഒളിച്ചു വെച്ചു എന്ന് ദേശീയ തലത്തിൽ വരെ ചർച്ചയായിട്ട് മുഹമ്മദ് റിയാസ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇന്നലെ വരെ മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഈ ഒരു ആരോപണത്തെ പുച്ഛിച്ചു തള്ളുകയാണ്. അവിടെ തന്നെയാണ് കുറച്ചു മുമ്പ് ഹസ്കർ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് റിയാസിന്റെ ഇടതുപക്ഷത്തിന്റെ കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ മടിയിൽ കനവുണ്ടെന്നേ. ഇവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒട്ടകപക്ഷിയെ പോലെ തല മണ്ണിനടിയിൽ പൂഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കാണില്ല, നിങ്ങൾ ലോകത്തെ കാണില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കലാണ്. എന്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് റിയാസിന് ഇതിനൊരു വ്യക്തത വരുത്താത്തത് എന്താണ്? ഞങ്ങളെല്ലാം ചമ്മിപ്പിക്കാമായിരുന്നല്ലോ, അയ്യേ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇത്രയാണ് വന്നിട്ടുള്ളത്, ഇത്രയുമാണ് ചിലവ് എന്ന് പറയാമായിരുന്നല്ലോ. അപ്പോൾ മുഹമ്മദ് റിയാസ് ചിരിച്ചു തള്ളുന്നതിൽ, പുച്ഛിച്ചു തള്ളുന്നതിൽ റിയാസിന് ഒളിച്ചു വെക്കുവാൻ വേണ്ടിയിട്ട് എന്തോ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞാൽ പോലെ വളരെ വ്യക്തമായിട്ട് പറയാമല്ലോ എന്താണ് ഇത്ര പ്രശ്നം. ഇന്നലെ എല്ലാ മാധ്യമങ്ങളും ചോദിച്ചു ഇതിലെന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? ഒന്നും പറയാൻ പറ്റുന്നില്ല അദ്ദേഹത്തെ കൊണ്ട്. അപ്പോൾ ഇതിൽ വ്യക്തമാണ് എന്തൊക്കെയോ ഇവർ ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു വിവരാവകാശം വന്നില്ലെങ്കിൽ, ഈ ഒരു വിവരാവകാശ രേഖ വന്നില്ലെങ്കിൽ ഇന്ന് ഈ ചർച്ച നടക്കുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ BJP നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം മൂടി വെച്ച ഇടത് സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ തീവ്രവാദികളെ, ഈ പോപ്പുലർ ഫ്രണ്ടിനെ, അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇവിടെ നോക്കൂ, ഹമാസ് തീവ്രവാദികൾക്ക് എനിക്ക് തോന്നുന്നത് പാലസ്തീനിൽ കിട്ടുന്നതിനേക്കാളും വലിയ പിന്തുണ കൊടുത്തിട്ടുള്ളത് കേരളത്തിലാണ്. അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ആരാണ്? കേരളത്തിലെ ഇടത് സർക്കാരാണ്, ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ഒന്നാലോചിച്ചു, പാലസ്തീനിൽ അവർക്കെതിരെ അവിടുത്തെ ജനങ്ങൾ തിരിഞ്ഞെന്ന്. ഹമാസിനെതിരെ വലിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭം പാലസ്തീനിൽ നടക്കെ കേരളത്തിൽ അവരുടെ നേതാക്കന്മാരുടെ ഓഡിയോ വന്നിട്ട് ഇവിടെ പ്രചരിപ്പിക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രകടനങ്ങൾ നടത്താനും ഉള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ആരാണ്? ഈ ഇടതുപക്ഷ സർക്കാരാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ തീവ്ര ഇസ്ലാമിക വർഗീയതയ്ക്ക്, തീവ്രവാദത്തിന് ഒക്കെ പിന്തുണ കൊടുക്കുന്ന സർക്കാരാണ്. അതൊന്നല്ല
ഒന്നല്ല 100 ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസിൻ്റെ ഈ മൗനം എന്ന് പറയുന്നത് ദുരൂഹമാണ്. ഇത്തരം ഒരു വിഷയത്തിൽ, നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാൻ, ജനങ്ങളുടെ ആവശ്യം, ജനങ്ങളുടെ സന്ദേഹം ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഒരു മിനിസ്റ്ററാണ്. അതിന് NIA റിപ്പോർട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നിട്ടില്ല. ഇവിടെ ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, എന്ത് പറഞ്ഞാലും ഇവർ പറയും അയ്യോ കേന്ദ്രത്തിൽ നിന്നും വന്നില്ലേ, കേന്ദ്രത്തിൽ നിന്നും. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ? മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂര്യന് ഈക്വലാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പാട്ടുകളൊക്കെ വരുന്നുണ്ടല്ലോ. ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് തരാനാണ്, നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ? ഒരു കാര്യം ഞങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. ശരി, ഞങ്ങൾ അംഗീകരിക്കാം, കേന്ദ്രത്തിൽ നിന്ന് തരാത്തതാണ് പ്രശ്നം ഇരിക്കട്ടെ. ഇനി നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ വാചകം മടിയും പൊങ്ങച്ചോ ഒന്ന് നിർത്തണം. എന്തോ പിണറായി വിജയൻ എന്തോ വലിയ സംഭവമാണ്, ഇവിടെ ഞങ്ങൾ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാചകം മടി നിർത്തിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സഹായമില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നൊന്ന് സമ്മതിച്ചാൽ മതി. അപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് ചുരുക്കി പറയാൻ വേണ്ടിയിട്ടുള്ളത്, മുഹമ്മദ് റിയാസിൻ്റെ നിശബ്ദത ദുരൂഹമാണ്. അതിൽ കൂടുതൽ അന്വേഷണം വേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ എന്താണ് വിഷയമെന്ന് തുറന്നു പറയാൻ വേണ്ടിയിട്ടുള്ള മര്യാദ മുഹമ്മദ് റിയാസ് കാണിക്കണം. അത് കാണിക്കാത്തിടത്തോളം വരെ സാധാരണ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് ഈ സ്ത്രീ കേരളത്തിൽ വന്നതും സർക്കാർ ചെലവിൽ താമസിച്ചതിലും ദുരൂഹത ഉണ്ട് എന്ന് മാത്രമേ അനുമാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ.